തിരുവമ്പാടി ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പാറമേക്കാവ് ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നടക്കും. ഇപ്പോൾ നിലവിൽ തിരുവമ്പാടി ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. കോർപ്പറേഷൻ മേയർ അതോടൊപ്പം തന്നെ മറ്റ് പൗരപ്രമുഖരടക്കം ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ കൂടി ചേരുന്നു. മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ ഈ ആനച്ചമയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. 6-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം നടക്കുക. അതിൻ്റെ ഭാഗമായി ഉള്ള ചടങ്ങുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൊടിയേറ്റം കഴിഞ്ഞു. എല്ലാ ഘടകക്ഷേത്രങ്ങളിലെയും തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങൾ, ആരോഗ്യ അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കരുത്തോട് കൂടുതൽ ഊർജിതമായ ഇടപെടലുകളാണ് സർക്കാർ ഇത്തവണയും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദങ്ങൾ, അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ സുരക്ഷയുടെ കാര്യത്തിലടക്കം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആനച്ചമയ പ്രദർശനത്തിന് ഉദ്ഘാടനം നടക്കുകയാണ്. ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഏതായാലും തിരുവമ്പാടിയുടെ ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം, അതിന്റെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി, സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ആർ ബിന്ദു, ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ്, തൃശൂർ MLA പി ബാലചന്ദ്രൻ, മുൻ സ്പീക്കർ ശ്രീ തേരപ്പള്ളി രാമകൃഷ്ണൻ, കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ, തിരുവമ്പാടി തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള തിരുവമ്പാടി ആനച്ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, തൃശ്ശൂർ മേയർ MK വർഗീസ്, MLA പി ബാലചന്ദ്രൻ അടക്കമുള്ളവർ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആനച്ചമയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനവും നടക്കും. ഏതായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ, 6-ാം തീയതി നടക്കുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ, അതിൻ്റെ ചടങ്ങുകൾ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച ആസൂത്രണത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തിരുവമ്പാടിയുടെ ആനച്ചമയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഇനിയിപ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആനച്ചമയ പ്രദർശനം കൂടിയുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ്? പൂരത്തിന് മുൻപ് വരും ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളുമായി നടക്കാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പിൾ വെടിക്കെട്ടാണ്. സാമ്പിൾ വെടിക്കെട്ടിന് ഇന്ന് വൈകിട്ടോടുകൂടി തുടക്കമാവും. വൈകിട്ട് 7 മണിക്ക് ആദ്യം തിരുവമ്പാടി ദേശവും തുടർന്ന് പാറമേക്കാവ് ദേശവുമാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തുക. അതിനുശേഷം ഈ ഒരു ചമയ പ്രദർശനം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ തൊട്ട് നാളെ ഉച്ച വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ സിനിമ സെറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നദീജാലിന്റെ മാതൃകയിലുള്ള ആൾ തയ്യാറാക്കി അതിനു ചുറ്റുമാണ് തിരുവമ്പാടിയുടെ ഇത്തരത്തിലുള്ള പൂരച്ചമയങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രദർശനം ഔദ്യോഗികമായി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിൽ ആൾക്കൂട്ടം ഇതിനകത്ത് വരികയും ഇത് കാണുകയും ഫോട്ടോ എടുക്കുകയും ഇവിടെ ചെയ്യുന്നു. വളരെ ഇത്തവണത്തെ പൂരത്തിന് എന്തൊക്കെ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കുടകളാണ്, അല്ലെങ്കിൽ ആലവട്ടങ്ങളാണ്, ഊഞ്ചാമരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ കാണാൻ വലിയ രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അല്പസമയം മുമ്പാണ് മന്ത്രിമാരായ ആർ ബിന്ദു, കെ രാജൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്.
ഇതിനുശേഷം ഇന്ന് വൈകിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടുണ്ടാകും. രാവിലെ വൈകിട്ട് 7 അത് മണിക്ക്. തന്നെയാണ് ശരത്. ഇത്തവണത്തെ സാമ്പിൾ വെടിക്കെട്ടിൽ എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത്? ഓരോ വർഷവും ഓരോരോ പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് നിറങ്ങളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും അവരുടേതായ രീതിയിൽ പുതിയ മത്സര ഐറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ പോവുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ ഇത്തവണത്തെ ആ പൂരം സാമ്പിൾ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട എടുത്തു പറയാൻ കഴിയുന്ന തരത്തിൽ? ഈ സാമ്പിൾ വെടിക്കെട്ടിനകത്ത് വൈവിധ്യങ്ങളും സസ്പെൻസുകളും എല്ലാ തവണയും ഉണ്ടാവാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റമുണ്ടാകില്ല എന്ന കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ചുമതലയുള്ള ശശിധരനുമായി സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. ഇത്തവണയും ഗംഭീരമായിരിക്കും കാര്യങ്ങളെല്ലാം. ഇതിനകത്ത് ചില സൂചനകളെല്ലാം അവർ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 4 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വെടിക്കോപ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ദേശസ്നേഹം കേന്ദ്രിക്കുന്ന രീതിയിലുള്ള ഒരു അത് നടത്തുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ സന്ദേശം പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ഒരു ഇനം അമിട്ടുകത്തവണ ഉണ്ടെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് എന്താണ് എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിനകത്ത് വ്യക്തത കിട്ടിയിട്ടില്ല. എല്ലാ കൊല്ലവും പറയാം ഈ സാമ്പിളിനകത്ത് വലിയ രീതിയിലുള്ള വൈവിധ്യങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തതകളും സസ്പെൻസുകളും സൂക്ഷിക്കാൻ ഇരു ദേവസ്വങ്ങളും പ്രയോഗിക്കാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വൈകുന്നേരം 7 മണിക്ക് നമുക്ക് എന്തായാലും ആ സസ്പെൻസുകൾ പുറം ലോകത്തെത്തും. ആദ്യം തിരുവമ്പാടിയാണ്, അതിനുശേഷം പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. ഏതായാലും ഇത്തവണ ഈ കുടമാറ്റവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ സാമ്പിൾ വെടിക്കെട്ടിലുമൊക്കെ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് ഓരോ വർഷവും ഓരോരോ പുതിയ രീതികൾ, പുതിയ പരീക്ഷണങ്ങളാണ് പൂരവുമായി ബന്ധപ്പെട്ട് നടത്താറുള്ളത്. ഏതായാലും തൃശ്ശൂർ നഗരം പൂരം അതിൻ്റെ പൂർണ്ണമായ ആവേശത്തിലേക്ക് അർത്ഥത്തിലേക്ക് ഉണർന്നിരിക്കുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6-ാം തീയതി നടക്കുന്ന പൂരം, അതിന് മുന്നോടിയായിട്ടുള്ള ആനച്ചമയ പ്രദർശനത്തിൻ്റെ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആനച്ചമയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണ് മന്ത്രി ആർ ബിന്ദുവും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിക്കുകയും ചെയ്ത്. ഇനി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ആനച്ചമയ പ്രദർശനമുണ്ട്. വൈകുന്നേരത്തോടുകൂടി 2 ദിവസങ്ങളുടെയും സാമ്പിൾ വെടിക്കെട്ട്, പൂരം വെടിക്കെട്ട് കൂടി നടക്കുകയും ചെയ്യും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇനിയും അറിയേണ്ടതുണ്ട്.